പൂവല്ല പൂന്തളിരല്ല മാനത്തെ മഴവില്ലല്ല. ഗ്ലെയർ അടിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കണ്ണാടി അടച്ചു വെക്കാം. അതിനോടൊപ്പം മാന്യതയുടെ അതിർവരമ്പുകളെ ഭേദിക്കുന്ന ഒരു കമൻറ്റ് പോലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത് എന്ന് ഈ പ്രകൃതിയുടെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അവരൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണ് കുറച്ച് കൂടുതൽ തുറന്നുപോയി എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ തുറന്നപ്പോൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ പ്രസ് മീറ്റിൽ ഏറ്റവും കൂടുതൽ രോഷാകുലനായ വിഷമങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള അനിൽ തോമസ് സാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഊളിയിട്ടിറങ്ങിയപ്പോൾ കിട്ടിയ ചില വിവരങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ആ ഭാഗങ്ങളും കൂടി കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കാൻ പോകുന്നത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അനിൽ തോമസ് സാറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കാൻ ആധാരമായ സംഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അംഗം അട്ടഹാസം എന്നൊരു സിനിമ റിലീസായി. ആ സിനിമ തിയേറ്ററിൽ എത്രത്തോളം അസഹനീയമായിരുന്നു എന്നുള്ളത് സിനിമ കണ്ട നിരൂപകരിൽ എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിരൂപണ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം ആളുകൾ തമാശ കലർന്ന രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ചില ആളുകൾ ഓരോരുത്തരുടെയും സംസാര ശൈലിയും അവരുടെ വാക്പ്രയോഗങ്ങളും ഒക്കെ വ്യത്യസ്തമാണല്ലോ. അങ്ങനെ പല ആളുകളും പല രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. ഞാനും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അശ്വന്ത് കോക്ക് എന്നറിയപ്പെടുന്ന റിവ്യൂവറും അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അംഗം അട്ടഹാസം എന്ന സിനിമ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു എന്നുള്ളത് നിർമ്മാതാവിൻ്റെയും അഭിനേതാവിൻ്റെയും ഒക്കെ സങ്കടം കലർന്ന മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 ദിവസം മുമ്പ് ആ സിനിമയിലെ അഭിനേതാവ് മാധവ് സുരേഷും അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് അവകാശപ്പെടുന്ന താടിയുള്ളൊരു വക്കീലായിട്ടുള്ള ആളും ഇവർ രണ്ടുപേരും കൂടി അശ്വന്ത് കോക്കിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അശ്വന്ത് കോക്ക് അതിനെതിരെ പ്രതികരിക്കുന്നു. വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് അശ്വന്ത് കോക്ക് പ്രതികരിച്ചിട്ടുള്ളത്. അതിലുപയോഗിച്ചിട്ടുള്ള ചില വാക്പ്രയോഗങ്ങളോട് നമുക്കും വിയോജിപ്പുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. സോ ഇങ്ങനെ ഒരാൾ ഫിലിം ഇൻഡസ്ട്രിയെ മുഴുവൻ ചീത്ത വിളിക്കുന്ന രീതിയിൽ ഇത്രയും മോശം പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരങ്ങനൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിലും മലയാള സിനിമയുടെ മുന്നോട്ടുള്ള ഗംഭീരമായ പോക്കിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഫിലിം ചേംബർ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കണം. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സിനിമകളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പുതിയ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മറ്റ് നാടുകളിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സ് ഇങ്ങോട്ട് വരുന്നതിനെ എങ്ങനെ തടയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം തല്ലിപ്പൊളി പടങ്ങളാണ് എന്ന് നാട്ടുകാരെ അറിയിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ മലയാളത്തിലെ ഫിലിം പ്രൊഡ്യൂസേഴ്സിലെ ഒരു വിഭാഗമായിരുന്നു. നടന്മാരൊന്നും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ഞങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യൂ, ഈ ബഡ്ജറ്റിനുള്ളിൽ നിർത്തിക്കോണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും അങ്ങ് അച്ഛൻ കളിക്കാൻ വേണ്ടി പോയ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അവർ മലയാള സിനിമയ്ക്ക് ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു നഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മലയാള സിനിമ അതിജീവിച്ചു. അവരിപ്പോഴും തുടരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അന്ന് ഫിലിം ചേംബർ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാഞ്ഞത്? ഇത് നമ്മുടെ ഭാവി പ്രൊഡ്യൂസേഴ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന അരക്ഷിതബോധം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്ന് എന്തുകൊണ്ട് ഫിലിം ചേംബർ ചിന്തിച്ചില്ല? മാത്രമല്ല അംഗം അട്ടഹാസം പോലെയുള്ള സിനിമയിലൊക്കെ ഒരു പ്രൊഡ്യൂസർ പണം മുടക്കുന്നു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും ഈ പ്രൊഡ്യൂസേഴ്സ് ആ പ്രൊഡ്യൂസറെ ചെന്ന് കണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്ത് കൊടുക്കണ്ടേ? ഇതിന് മുമ്പൊരു സിനിമ കണ്ട് തിയേറ്ററിൽ തല പുകഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ സുരേഷ് കുമാർജി അതിലൊരു വേഷം ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറോട് എൻ്റെ പൊന്നു മോനെ ഈ പടമൊന്നും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇതൊരു തല്ലിപ്പൊളി പടമാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല? അപ്പോൾ ഫിലിം ചേംബർ സിനിമയെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് പല ഡയലോഗും അടിക്കുമെങ്കിലും പലപ്പോഴും കാണാറില്ല. ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ, അശ്വന്ത് കോക്കാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അനിൽ തോമസ് സാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അദ്ദേഹം പറഞ്ഞ പോയിൻറ്റ്സിലേക്ക് പോകാം. കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നോട്ട് ചെയ്യുകയാണ് ചെയ്തത്. പ്രൊമോഷൻ്റെ ഭാഗമായി തുടങ്ങി വേറെ ലെവലിലേക്ക് മാറിയിട്ടുള്ള ചില ആക്രമണങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇവരുടെ പ്രസ് മീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പണ്ട് സിനിമയെ പ്രൊമോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേസ്ബുക്ക് പേജുകാർ ഇവരെ ചെന്ന് കണ്ടിരുന്നു. അങ്ങനെ സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ച് പ്രൊഡ്യൂസേഴ്സ് പൈസ കൊടുക്കുകയും ചെയ്തു. ഇതൊരു ശീലമായി മാറിയപ്പോൾ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഇത്രയും പണം കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ഫേസ്ബുക്ക് പേജുകാർ ചെയ്തൊരു പരിപാടി, ഞങ്ങൾക്ക് കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ ചെറിയൊരു ഭീഷണിയും കൂടി. കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്ന കൃത്യം തുക തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ പേജിൽ വന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് അടികളായി. ഇപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, എക്സ് എന്ന് പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി, വൈ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തില്ല. അപ്പോൾ വൈ എന്ത് ചെയ്യും? എനിക്ക് പൈസ തന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള റിവ്യൂസ് പുഷ് ചെയ്യുമെന്ന്. അങ്ങനെ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അശ്വന്ത് കോക്കിൻ്റെ വിഷയത്തിനൊക്കെ ഇവർ ഇതിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണ്. ഈ ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന ആളുകളെ എല്ലാവരും
എല്ലാവരെയും നമ്മൾ പൈസ കൊടുത്ത് അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമയ്ക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അവർ നടത്തുകയാണെങ്കിൽ കൃത്യമായ തെളിവ് സഹിതം, ഇവർ പണം ആവശ്യപ്പെട്ടതിൻ്റെ തെളിവ് സഹിതം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം. ആ പേജിനെ തന്നെ പൊട്ടിക്കാൻ വേണ്ടി മെറ്റയ്ക്ക് നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. യൂട്യൂബ് ചാനലാണോ പ്രശ്നം, നേരെ ഗൂഗിൾ യൂട്യൂബിന് ഒരു മെയിൽ അയയ്ക്കുക. അവരതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇതൊരു ഉടായ്പ പരിപാടിയാണെങ്കിൽ അവർ പൂട്ടിക്കോളും. പക്ഷേ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് അത് പറ്റില്ല. അവർക്ക് ഈ കാശ് കൊടുക്കുക, പേടിച്ച് കാശ് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സിനെ ചെന്ന് കണ്ട് ബോധവൽക്കരിക്കേണ്ടത്. അവരിത് വല്ലതും ചെയ്യുന്നുണ്ടോ? എന്തായാലും അങ്ങനെ പേടിപ്പിച്ച് പൈസ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതായത് പ്രൊമോഷന് വേണ്ടി ആരംഭിച്ച് പ്രൊമോഷൻ്റെ സപ്പോർട്ടായി നിന്ന ആളുകൾ ഇന്ന് സിനിമയുടെ കഴുത്തിറക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, ഏതവൻ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും പ്രൊമോട്ട് ചെയ്തില്ല, അയ്യോ ഞാൻ കുറച്ച് സഭ്യമല്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചെന്ന് തോന്നുന്നു. ഏതൊരാൾ സിനിമയെ പ്രൊമോട്ട് ചെയ്താലും പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും സിനിമയുടെ കണ്ടൻറ്റാണ് അവിടുത്തെ കിങ്. ആ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ 5 പൈസയുടെ പ്രൊമോഷൻ നിങ്ങൾ ആർക്കും കൊടുക്കണ്ട, പ്രേക്ഷകർ ഇടിച്ചു കുത്തിക്കയറി കണ്ടോളും പടം. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും പ്രൊഡ്യൂസേഴ്സിന് ഇപ്പോഴും ഈ പറഞ്ഞ പരിപാടിക്ക് പൈസ കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ് കാണിക്കുക എന്ന് പറയുന്ന പരിപാടി. ആ റേറ്റിംഗ് കൂട്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരു ഇടനില സംഘം ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പണം കൊടുത്ത് ബുക്ക് മൈ ഷോയിലെ റേറ്റിംഗ് ഉയർത്തി കാണിച്ച് തങ്ങളുടെ പടം പുഷ് ചെയ്ത പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. പിന്നീട് അവർ കൂടുതൽ പൈസ ചോദിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, റേറ്റിംഗ് കുറച്ച് കാണിക്കുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ ബുക്ക് മൈ ഷോയോട് ഈ പ്രൊഡ്യൂസേഴ്സ് സംസാരിച്ചു. ബുക്ക് മൈ ഷോ ആദ്യം പറഞ്ഞു അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടക്കില്ല, നമ്മൾ ശുദ്ധരാണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തെളിവ് സഹിതം ബുക്ക് മൈ ഷോയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ബുക്ക് മൈ ഷോ പബ്ലിക്കായിട്ടൊരു പ്രഖ്യാപനം തന്നെ നടത്തി. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായ നടപടി എടുക്കുമെന്നുള്ളത് ഇപ്പോൾ അതിന് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ തെളിവ് കൊടുത്ത് ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ ഇവർക്കറിയാം. പക്ഷേ സിനിമ റിവ്യൂവേഴ്സ് പണം വാങ്ങി സിനിമയെ പോസിറ്റീവായിട്ട് പറയുന്നു, അല്ലെങ്കിൽ പണം കൊടുത്തില്ലെങ്കിൽ നെഗറ്റീവായി പറയുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ തെളിവുകളൊന്നുമില്ല. നമ്മൾ തെളിവ് ചോദിച്ചാൽ പ്രശ്നമാണ്. അനിൽ തോമസ് സാറ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇവർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ അത് സിനിമയുടെ കോസ്റ്റിൽ വേണ്ട. അതായത് ഞങ്ങൾ പണം മുടക്കി എടുക്കുന്ന സിനിമയുടെ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും പണം ഉണ്ടാക്കണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആർട്ട് ഫോംസ് ഉണ്ട്. സിനിമ മാത്രമല്ല, നമ്മുടെ ഒരു പ്രൈമറി എൻ്റർടൈൻമെൻറ്റ് സോഴ്സ് സിനിമയായി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ സിനിമയല്ലാതെ ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളെയൊക്കെ കൃത്യമായി നിരൂപണം ചെയ്യുന്ന ആളുകളുണ്ട്. ആ നിരൂപണം ചെയ്യുന്ന ആളുകൾ അതിന് തന്നെ വരുമാനം വാങ്ങുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പറിലും TV ചാനലിലും എല്ലാം മൂവി റിവ്യൂസ് ചെയ്തിരുന്ന ആളുകളുണ്ട്. അവരത് സാലറി വാങ്ങി ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നിരൂപണം നടത്തുന്നവർ പണം വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഏക്കും പോക്കും ഇല്ലാത്ത, ക്ഷമിക്കണം കേട്ടോ, തലയും വാലും ഇല്ലാത്തൊരു ആരോപണമാണ്. മാത്രമല്ല, ഞങ്ങൾ പണം മുടക്കിയെടുത്ത സിനിമയുടെ പേരിൽ മറ്റാരും പൈസ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ പൈസ മുടക്കി ഉണ്ടാക്കിയ സിനിമയിൽ നിന്നല്ല ഞങ്ങൾ വരുമാനം വാങ്ങുന്നത്. നിങ്ങൾ പണം മുടക്കി ഉണ്ടാക്കിയ സിനിമ കാണണോ വേണ്ടയോ എന്ന് പണം മുടക്കുന്നൊരു പ്രേക്ഷകൻ തീരുമാനിക്കുകയാണ്. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ പഴയ ഒരു ചിന്താഗതിയാണ്. അവരാണ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വേറെ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓരോ പ്രേക്ഷകനും ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ ചെറിയൊരു തുകയെങ്കിൽ ചെറിയൊരു തുകയാണ്. അത് അവനെ സംബന്ധിച്ച് ചെറിയ തുകയല്ല, സമയമാണ്, അവൻ്റെ അധ്വാനമാണ്, പിന്നെ മാനസികാരോഗ്യമാണ്. ഇതെല്ലാം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും 10 പൈസയുടെ ഉപകാരം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം വേർത്താണോ എന്ന് വിവരമുള്ള നിക്ഷേപകൻ അന്വേഷിക്കും, പഠിക്കും. പക്ഷേ സിനിമ പ്രൊഡ്യൂസേഴ്സ് അത് ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു കഥയും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാം, കുറേ കാശ് കിട്ടും, OTT-കാരുടെ കയ്യിൽ നിന്ന് 6 കോടി ആവും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചാടി കയറി പൈസ മുടക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രേക്ഷകരുമായിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കുള്ള വരുമാനം വരുന്നത് യൂട്യൂബിൽ അങ്ങ് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഈ റിവ്യൂവേഴ്സ് പൈസ വാങ്ങാൻ പാടില്ല, മൂവി റിവ്യൂ ഒന്നും മോണിറ്റൈസ്ഡ് ആവാൻ പറ്റില്ലെങ്കിൽ നേരെ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് അമേരിക്കയിലേക്ക് പോവുക. അവിടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. നേരെ ഗൂഗിളിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പോവുക, അവിടെ ചെന്നിട്ട് ഈ കാര്യമൊക്കെ അവതരിപ്പിക്കുക. പറ്റിയ യൂട്യൂബ് തന്നെ നിങ്ങൾ അങ്ങോട്ട് ക്ലോസ് ചെയ്യിക്കുക. ഒരാൾ പുസ്തകം എഴുതിയാൽ പുസ്തകത്തിന് നിരൂപണം ഉണ്ടാവും, ആസ്വാദനം ഉണ്ടാവും. ഇതൊന്നും പറ്റിയില്ല, ആ പുസ്തകം കത്തിക്കുക എന്ന് പറയുന്നത് പോലും ഒരാളുടെ പുസ്തകത്തിനോടുള്ള റിയാക്ഷനാണ്. എന്ന് പറയുന്ന പോലെ ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് കോടികൾ മുടക്കിയ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറയുമ്പോഴും ആ സിനിമയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ പൂർണ്ണമായ അവകാശമാണ്. പക്ഷേ സിനിമയുടെ പൈറസി അല്ലെങ്കിൽ അതിലെ സ്പോയിലേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് കണ്ടൻറ്റ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്, ആ സിനിമയുടെ ഓഡിയോ വിഷ്വൽ പാർട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെയാണ്. അതിൽ ഒരു കുഞ്ഞ് കഷ്ണമെങ്കിലും ഒരാൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാം, നിയമപരമായി അതിനെ നേരിടാം. അല്ലാതെ അതിനെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് കാശുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ വെച്ച് നിങ്ങളുടെ സിനിമ ഓടണ്ട എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇനി അനിൽ തോമസ് സാറിൻ്റെ മറ്റൊരു വളരെ ഗംഭീരമായിട്ടുള്ള കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. എത്ര മോശമായിട്ടാണ് ആ മാധവ് സുരേഷിനെ അശ്വന്ത് ഗോക്ക് അഭിസംബോധന ചെയ്ത് സുരേഷ് ഗോപിയുടെ മോനെ എന്നല്ലേ വിളിച്ചത്?
അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നല്ലേ? അത് നമുക്കറിയില്ലായിരുന്നു. എന്തായാലും അനിൽ തോമസ് സാർ അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കണ്ടു എന്ന് തോന്നിപ്പോയ, നേരത്തെ കണ്ണ് തുറപ്പിച്ചപ്പോൾ കുറച്ച് കൂടുതൽ തുറന്നു പോയി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ കണ്ണ് പോയത് നേരെ അനിൽ തോമസ് സാറിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കായിരുന്നു. അശ്വന്ത് ഗോക്ക് ട്യൂഷന് പോകുന്നത് അനിൽ തോമസിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രമേൽ ഗംഭീരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ മനുഷ്യരെയും അഡ്രസ്സ് ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ മോനെ എന്ന് മാധവ് സുരേഷിനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം ആ സമയത്തുണ്ടായ വിവാദങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇനി അദ്ദേഹത്തിനെയല്ല വേറെ ആരെയാണെങ്കിലും ചെത്തുകാരൻ്റെ മോൻ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അത് ജാതീയ അധിക്ഷേപമാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഞാനെന്തോ മൂത്ത ആളാണ് എന്ന് പറയുന്ന ആ സഭ്യത വിട്ടുപോകുന്നു. നിങ്ങളെന്തോ വലിയ കൊണാണ്ടറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം വാക്പ്രയോഗങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത്. ഫേസ്ബുക്കിൽ നമ്മൾ കുറച്ച് ഉത്തരവാദിത്തത്തോടെ പെരുമാറണം, ഒരു ഡെക്കോറം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ ആ പ്രസ് മീറ്റിൽ വാചാലനായ അനിൽ തോമസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ ചില പരാമർശങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് പോസ്റ്റുകൾ വായിച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വന്ത് ഗോക്കിൻ്റെ ഭാഷ എത്രത്തോളം മികച്ചതാവണം എന്ന് അഭിപ്രായപ്പെട്ട അനിൽ തോമസ് സാറിൻ്റെ ഫേസ്ബുക്ക് പേജാണോ അതോ FFCയുടെ ഡിലീറ്റായി പോയ പേജാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അതിലെ ചില മനോഹരമായ പ്രയോഗങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കുട്ടികൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ അവരുടെ ചെവി പൊത്തിപ്പിടിക്കുക. 2022 ഒക്ടോബർ 11 കേരളത്തിൽ നരബലിയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള മഹദ്വചനങ്ങൾ കാണുമ്പോഴാണല്ലോ നമുക്ക് പല സംഭവങ്ങളും ഓർത്തെടുക്കാൻ പറ്റുക. നരബലി, കുത്ത് ദൈവത്തിൻ്റെ നാട്ടിൽ ഇതിലും കൂടുതൽ നടക്കും. ഈ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ വായ കൊണ്ട് പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ നാട്ടിലുള്ളവരെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം ഡെക്കോറം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ഇത് തന്നെയാണല്ലോ അശ്വന്ത് ഗോക്കും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തംബ്നെയിലിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ വാക്ക് തന്നെയല്ലേ 2026 അശ്വന്ത് ഗോക്ക് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ 2022 ദി റിയൽ OG പോസ്റ്റ് നമ്മളിവിടെ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ നാട്ടിൽ എന്ന്. അതായത് ഈ നാടിനെ അടച്ച് ആക്ഷേപിക്കുകയാണ്. സിനിമാക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിൽ അശ്വന്ത് ഗോക്ക് സംസാരിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. മറ്റൊന്ന്, വിനായകൻ്റെ നഖവും മുടിയും പരിശോധിക്കണം, പേപ്പട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെഴുതി ഒരു നായയുടെ പടവും കൂടി വെച്ചിട്ടാണ് വിനായകൻ. അതായത് വിനായകനെ നായ അല്ലെങ്കിൽ പട്ടി എന്ന് വിളിക്കുകയാണ്. അദ്ദേഹത്തെ പട്ടി എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും സ്വാഭാവികമായും അങ്ങനെ അച്ഛൻ അപ്പൂപ്പന്മാർ തുടങ്ങി മുഴുവൻ തലമുറയെയും തെറി വിളിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ട് ഫേസ്ബുക്കിൽ ചെയ്തിരിക്കുന്നത്. 2023 ജൂലൈ മാസം 20 ചിലപ്പോൾ ഇത് ഇദ്ദേഹം ആയിരിക്കില്ല കേട്ടോ. കാരണം ഇത്രയും മാന്യമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മാന്യത പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം പോസ്റ്റ് ഇടാൻ പറ്റുക? അനിൽ തോമസ് സാർ എത്രയും പെട്ടെന്ന് തന്നെ മെറ്റയുമായി ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഹാക്ഡ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. 2023 ഡിസംബർ 16 യൂത്തന്മാരും മൂത്താന്മാരുമായ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വെറുതെ തല്ലുകൊള്ളാൻ വിടാതെ ആ ബെൻസ് ബസ് തടഞ്ഞു നിർത്തി ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് മഹാരാജാവിനോട് പറയാൻ തൻ്റെ ഇടമുണ്ടോ സുധാകർജി, സതീശൻജി, വേണുജി, ഓൾ അതർ 3Gs. ഈ 3G എന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഒന്നിനും കൊള്ളില്ലാത്ത എന്ന് പറയുന്ന, അതൊക്കെ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ. പത്രക്കാർ നീട്ടുന്ന മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ആരെയും വെല്ലുവിളിക്കാനും താക്കീത് നൽകാനും ആർക്കാണ് പറ്റാത്തത്? ഇത് ഇവരുടെ തന്നെ പത്രസമ്മേളനത്തിനെ കുറിച്ച് പറയുന്നതാണോ? സോറി കേട്ടോ, പെട്ടെന്ന് പോസ്റ്റ് വായിച്ചപ്പോൾ 2026 ഒരുപാട് ക്രാന്തദർശിത്വം ഉള്ള ഒരു വ്യക്തിയാണ് അനിൽ തോമസ് സാറെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റിലേക്ക്, മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് 3 നേരം മൃഷ്ടാന ഭോജനം നടത്തി ചങ്ങല പൊട്ടിയ പട്ടിയെ പോലെ പാഞ്ഞ് നടക്കുന്ന പരകളുടെ നാട്ടിൽ. വാവ്, സ്വീറ്റ്. ഇത്രയും സംസ്കാരം വഴിഞ്ഞൊഴുകുന്ന ഒരു പോസ്റ്റ് ഒരു പക്ഷേ ഇത് 2022 അദ്ദേഹം ഇട്ടാണ്, മെയ് മാസം 23 മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് 3 നേരം മൃഷ്ടാന ഭോജനം. സുരേഷ് ഗോപി ഫാൻ തന്നെ, അതുകൊണ്ടായിരിക്കും മാധവ് സുരേഷിനെ സുരേഷ് ഗോപിയുടെ മോനെ എന്ന് വിളിച്ചപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ ഇടുമ്പോൾ ബർമുട, നമ്മളിടുമ്പോൾ എന്ന് പറയുന്ന പോലെ. സോറി, ഞാൻ സഭ്യതയുടെ അതിർവരമ്പുകളെ ലംഘിക്കുന്നില്ല. 2024 ജൂലൈ 29 ഈ പരകൾ എന്തിനാണ് BSNL എന്ന സാധനം കൊണ്ട് നടക്കുന്നത്? മുതുകാള പശുവിനെ മെനക്കെടുത്തുന്നു എന്ന് പറഞ്ഞ് കേട്ടത് എത്ര ശരിയാണ്? ഇന്ത്യ സഞ്ചാർ നിഗം എന്ന് പേര് മാറ്റടാ മലരുകളെ. പോർട്ട് ചെയ്യാം എന്ന് വെച്ചാൽ മറ്റേ മുയലാളിമാർക്ക് റേറ്റ് കൂട്ടി. എക്സ്ക്യൂസ് മീ സാർ, പരകൾ എന്ന് വീണ്ടും ഉപയോഗിച്ചു. അതൊരു നല്ല വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. BSNL എന്ന സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചൊരു പ്രോഡക്റ്റ്, നിങ്ങളുടെ കയ്യിലൊരു സിമ്മുണ്ട്, ആ സിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. ഇപ്പോൾ ഒരു സിനിമ
കണ്ടു, ഇഷ്ടപ്പെട്ടില്ല, സിനിമാക്കാർ എന്നെക്കുറിച്ച് മോശം പറയുന്നു. അപ്പോൾ എനിക്ക് സിനിമാക്കാരോട് മൊത്തത്തിൽ തോന്നുന്ന ഒരു അമർഷം ഞാൻ പ്രകടിപ്പിക്കും. നിങ്ങളും BSNLനോട് തോന്നിയ അമർഷമാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഒരു കമ്പനിയെ, അതും രാജ്യത്ത് ഇത്രയും കവറേജുള്ളൊരു കമ്പനിയെ ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നു. മറ്റൊരു മനോഹരമായ പ്രയോഗം എന്ന് വെച്ചാൽ, ഇത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പദപ്രയോഗമാണ്. മുതുകാള പശുവിനെ മെനക്കെടുത്തുന്നു. അതായത് കാള, പശു അവരെ ഭാര്യയും ഭർത്താവാണല്ലോ. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ കരുതുന്നത്. അപ്പോൾ മുതുകാള പശുവിനെ എന്തിനാണ് മെനക്കെടുത്തുന്നത്? ഭക്ഷണം ഉണ്ടാക്കി തരാനോ, ടൂർ പോകാനോ, അല്ലെങ്കിൽ ആ കുപ്പിയിൽ വെച്ചിരിക്കുന്ന പൈസ തന്നെ ഞാൻ 2 അടിച്ചിട്ട് വരട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടോ? അല്ല, അവിടുത്തെ പരിപാടി വേറെയാണ്. ഈ സോഷ്യലി നമ്മൾ ഒരുപാട് ഡെക്കോറം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 21 അൻവറിനെ തള്ളി മുഖ്യമന്ത്രിയെ തള്ളി അൻവർ, കണ്ണ് തള്ളി മലയാളികൾ. മലയാള സിനിമയിലെ സിനിമാ പ്രവർത്തകരിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പ്രേക്ഷകർക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടിരിക്കുന്ന സിനിമാ പ്രവർത്തകരെ, അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഇല്ലാത്ത സിനിമാ പ്രവർത്തകരെ അശ്വന്ത് കോക്ക് പട്ടികളെ എന്ന് വിളിച്ചു. അതിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ലേ. പക്ഷേ അതിനെ നിങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോൾ, മുൻ മന്ത്രിസഭയെ അവിടെ എത്തിച്ചിട്ടുള്ള മലയാളികളെ മുഴുവൻ മലയാളികൾ എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ സാർ? മലയാളികൾക്ക് എന്തുമാത്രം ഹൃദയവേദന ഉണ്ടായിട്ടുണ്ടാവും. അശ്വന്ത് കോക്ക് ബോഡി ഷെയ്മിങ് നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ തെറി ഷെയ്മിങ് ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഷെയ്മിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇതെന്തത്? 2025 ഫെബ്രുവരി 12 വീണ്ടും വിനായകനാണ് ഇവിടുത്തെ വേട്ടമൃഗം. സാംസ്കാരിക നായകൻ വിനായകനോട് അനുഭാവം പ്രകടിപ്പിക്കാൻ നാളെ കേരള മക്കൾ ജെട്ടിയിടല്. ഞാൻ ആദ്യം ഇത് ജെല്ലിക്കെട്ടെന്നാണ് വായിച്ചത്, പിന്നെ ഞാൻ ശ്രദ്ധിച്ചു വായിച്ചപ്പോൾ കേരളത്തിലുള്ള മക്കൾ വിനായകനോട് അനുഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി അണ്ടർവെയർ ഇടരുത് എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അടിക്കുറിപ്പ്: എടാ വിനാശക, നീ പറിച്ചു കാണിച്ച തുണിയുടെ അടിയിൽ കിടക്കുന്ന സാധനത്തിന് ബലമുണ്ടേൽ കുറഞ്ഞതൊരു ടെലിഫിലിമെങ്കിലും നിർമ്മിക്കുക. എന്താണ് സാർ, എന്താണ്? വിനായകനെ നിങ്ങൾ ബോഡി ഷെയിം ചെയ്യല്ല ചെയ്തത്, അതൊക്കെ മേലെ വേറെ അല്ല, മേലെയല്ല താഴെ, അങ്ങനെയൊക്കെ ചിന്തിക്കാമോ സാർ? അത് പബ്ലിക് സ്പേസിൽ നമ്മൾ ഇടാമോ? നമ്മളിവിടെ ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ? കൊച്ചുകുട്ടികൾ, ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ കുട്ടികൾ വരെ ഈ പോസ്റ്റൊക്കെ കാണുന്നുണ്ടാവില്ലേ? കൊച്ചുമക്കളുണ്ട്, സോറി കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എങ്കിൽ പോലും ഇവരൊക്കെ കാണുന്നതല്ലേ? ഒന്നുമില്ല, നിങ്ങൾ ഈ വാഗുണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അതോ വിനായകൻ്റെ അച്ഛൻ കേന്ദ്രമന്ത്രി അല്ല എന്നുള്ളതുകൊണ്ട് വിനായകനെ നമുക്ക് എന്തും വിളിക്കാം എന്നാണോ? മറ്റൊന്ന്, ഇത്തവണത്തെ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന, മുഖ്യമന്ത്രിയാവാൻ എല്ലാ തരത്തിലും സാധ്യതകൾ തെളിഞ്ഞുകൊണ്ടിരുന്ന KC വേണുഗോപാലിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് മെയ് 12 അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത മൂഞ്ചിയെ പാത്ത് വെച്ചിരിങ്കേ തേവപ്പെടും എന്ന്. അശ്വന്ത് കോക്ക് ഒരാളുടെ മുഖത്തിനെ, അല്ലെങ്കിൽ ഒരു നടിയുടെ മുഖത്തിനെ ഡാഗിനി എന്ന് ഉപമിച്ചു എന്നൊക്കെ പറയുന്ന, വീണ്ടും ഞാൻ പറയുന്നു, അതിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് അശ്വന്ത് കോക്കിനോടാണെങ്കിലും ഇനിയാണെങ്കിലും ഇതിനു മുമ്പാണെങ്കിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള എൻ്റെ വിയോജിപ്പുകൾ എന്താണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തെ വിമർശിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇത്രയും അണികളുടെയൊക്കെ അനിഷേധ്യ നേതാവായിട്ടുള്ള KC വേണുഗോപാലിനെ നോക്കിയിട്ട് ഇന്ത മൂഞ്ചിയെ പാത്ത് വെച്ചിരിക്കെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു അധിക്ഷേപ സൂചകമായി കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മോശമല്ലേ സാർ? കഴിഞ്ഞിട്ടില്ല, കുറേ ഉണ്ട്. നിങ്ങൾക്കിത് മുഴുവൻ കേൾക്കണമെങ്കിൽ മാത്രം കേട്ടാൽ മതി. ഇനിയിപ്പോൾ ഇത്രയും കേട്ടതിന് ശേഷം ഇനി ബാക്കിയുള്ളത് ഞാൻ സ്വന്തമായി വായിച്ച് ആസ്വദിക്കാമെന്ന് പറഞ്ഞ് പോകാനാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പ്രൊഫൈൽ ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ല, അദ്ദേഹം അങ്ങനെ തോറ്റോടുന്ന ഒരാളല്ല, ശക്തമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ പോസ്റ്റ് ചിലപ്പോൾ കാണാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് മുഴുവൻ കാണാം, അല്ലെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യാം നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് എപ്പോൾ കടക്കുന്നു എന്നുള്ളത്. അനിൽ തോമസ് സാറ് 2025 ജനുവരി മാസം 14 ഒരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അക്ഷരത്തെറ്റുണ്ട്, വസ്ത്രധാരണമാണ് സർ, വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ തിരിച്ചിട്ടിട്ടുള്ള ധായാണ് നമ്മൾ എഴുതേണ്ടത്. ഒരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശിച്ചാൽ വൻ പ്രശ്നമാകുന്ന ഈ നാട്ടിൽ ഒരുവൻ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമയെക്കുറിച്ച് ആർക്കും എന്ത് കാട്ടവരാതും. അനിൽ സാർ, യു ഡിഡ് ദിസ്? ഓ മൈ ഗോഡ്. ഒരുവൻ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമയെക്കുറിച്ച് ആർക്കും എന്ത് കാട്ടവരാതവും പറയാം. കേസ് കൊടുത്താൽ അതിൻ്റെ പുറത്ത് കയറി അടയിരിക്കും. ഇതാവണമെടാ നീതി, ന്യായം, കേരളം. ഈ കേസ് കൊടുത്താൽ അതിൻ്റെ മുകളിൽ കയറി അടയിരിക്കും എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന കേസിന് അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. ഒരാൾ നിരൂപണം നടത്തുന്നു, അത് പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കേസിന് പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. അയാളുടെ ഭാഷയെ നിങ്ങൾക്ക്, അത് വളരെ മോശം ഭാഷയാണെങ്കിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഇവർ ഈ പത്രസമ്മേളനത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട്, മാധവ് സുരേഷിനെയൊക്കെ ചീത്ത വിളിച്ചത് അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസറെ കുറിച്ച് മോശം വാക്കുകൾ ഉപയോഗിച്ചതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേസിന് പോവും. പക്ഷേ ഇവരാണ് ബാധിക്കപ്പെട്ടത്, ഇവർ മുന്നോട്ട് വരണം, അവരിതുവരെ പരാതിയും തന്നിട്ടില്ല. നിങ്ങൾ ഏത് കേസിന് പോകുമെന്നാണ് പറയുന്നത്? എന്നിട്ട് വെറുതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമല്ലേ സാർ? അടിസ്ഥാനമുള്ള ആരോപണങ്ങളുമായിട്ട് പോകും. നിങ്ങളൊരു തല്ലിപ്പൊളി സിനിമ ചെയ്തു, ആ സിനിമ തല്ലിപ്പൊളിയാണ് എന്നൊരാൾ പറയുന്നു, അയാൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അതിന് വകുപ്പില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അതിനുള്ള വകുപ്പില്ല. അഭിപ്രായങ്ങൾ
പ്രകടിപ്പിക്കാനുള്ളതാണ്. അതിൻ്റെ പേരിൽ നീതി, ന്യായം, കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തോട് നിങ്ങൾ ഇത്രയും ദേഷ്യം കാണിക്കുമ്പോൾ കേരള സർക്കാർ മാത്രമല്ല ഇവിടെ നീതി പ്രൊവൈഡ് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാരുണ്ട്. പിന്നെ ഇത് കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇന്നത്തെ പ്രസ് മീറ്റിലും അവർ പ്രോപ്പർ ചാനലിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ചാനലിൽ പോകുന്നത് നല്ലതാണ്, പക്ഷേ പ്രോപ്പർ എക്യുപ്മെൻറ്റ്സും പ്രൂഫും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ഇതിൽ സന്തോഷം തോന്നിയൊരു കാര്യം, 2025 ഡിസംബർ 25 താങ്കളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഞാനും സാറും ഒരേ റിവ്യൂ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരിച്ചു വരാൻ നിവിൻ പോളി എങ്ങും പോയിട്ടില്ല, സർവമായ ഒരു അന്തിക്കാട് ചിത്രം. പ്രിയ സുഹൃത്ത് ഷിബു തമ്മീൻസിൻ്റെ മകൾ റിയ ഷിബുവിന് അഭിനന്ദനങ്ങൾ. മലയാള സിനിമയിൽ നിന്നും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മികച്ച അഭിനേത്രി. ഇതൊക്കെ തന്നെ കേട്ടോ ഞാനും പറഞ്ഞു. നമ്മുടെ ആ ഒരു വേവ് ലെങ്ത് കറക്റ്റാണ് കേട്ടോ ചില സമയത്ത്. പിന്നെ എമ്പുരാൻ്റെ റിവ്യൂ കണ്ടിട്ട് അദ്ദേഹം റിവ്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, രാവിലെ FDFS കണ്ട് നെഗറ്റീവ് റിവ്യൂസ് ഇട്ട് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്ന കുറേ അണ്ണാറക്കണ്ണന്മാരോട് അങ്ങനെയൊക്കെ വിളിക്കാമോ? അവിടെ പട്ടികളെ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ അണ്ണാറക്കണ്ണാന്ന് വിളിക്കുന്നത്, അണ്ണാറക്കണ്ണം വേറെ ജാതിയാണോ? അത് അങ്ങനെ പറയരുത്. പട്ടീന്ന് വിളിച്ചാൽ എന്താണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ കുറേ മനുഷ്യന്മാരെ കളക്റ്റീവായിട്ട് അണ്ണാറക്കണ്ണന്മാർ, നേരത്തെ വിളിച്ച പോലെ ഊകൾ എന്നൊക്കെ വിളിക്കുന്നതേ, അത് മോശമാണ് സാർ. പ്ലീസ് സാർ, ഇനി ശ്രദ്ധിക്കണം സാർ. അപ്പോൾ അണ്ണാറക്കണ്ണന്മാരോട് എനിക്ക് പറയാനുള്ളത്, തന്നാലായത് ലഭിച്ചില്ല. ഇന്നലെ നിങ്ങളുടെ ഇതൊക്കെ എങ്ങനെ വായിക്കും? ഇത് ഞാനിത് ഏത് പുസ്തകത്തിൽ ഞാനിത് ഉൾപ്പെടുത്തും? ഭയങ്കര മോശമല്ലേ സാർ, ഇങ്ങനെയൊക്കെ എഴുതാമോ? എന്തായാലും നമ്മൾ തുടങ്ങിപ്പോയി, തീർക്കാതെ വേറെ വഴിയില്ല. അത് കഴിഞ്ഞതും സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി മാത്രം ഒരു ദിവസത്തെ ബുക്കിംഗ് 3 ലക്ഷം ടിക്കറ്റുകൾക്ക് മുകളിലാണ്. സോ ക്യാൻസലേഷൻ അല്ല, ബുക്കിംഗ് ആണ് കൂടിയത്. ഈ പറഞ്ഞ കണക്കിൽ പ്രീ റിലീസ് ബുക്കിംഗ് വരത്തില്ല, സോ നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഇതിനിടയിൽ 2 പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വളരെ മോശമാണ് സാർ ഇത്. അതുകൂടാതെ ഇന്നത്തെ പ്രസ് മീറ്റിൽ സാർ എന്താണോ പറഞ്ഞത് അതിനെ സാർ 1 കൊല്ലം മുമ്പ് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും എമ്പുരാനെ തളർത്താൻ പറ്റിയിട്ടില്ല. അതുതന്നെയാണ് ഇവിടുത്തെ പോയിൻറ്റ്. നെഗറ്റീവ് റിവ്യൂ കാരണം ഒരു സിനിമ ഇവിടെ തകരുന്നില്ല, സിനിമ തല്ലിപ്പൊളി ആയതുകൊണ്ടാണ് തകരുന്നത്. താങ്കൾക്കറിയാമല്ലോ, താങ്കളും റിവ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ. മാത്രമല്ല അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിൽ എനിക്ക് കാണാൻ ഭാഗ്യം സിദ്ധിച്ചത് മിന്നാമിനുങ്ങ് എന്ന സിനിമ മാത്രമാണ്. ആ സിനിമ ഞാൻ നമ്മുടെ സുരഭി ലക്ഷ്മിക്ക് വേണ്ടിയാണ് കണ്ടത്. അവർക്ക് ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം അവരുടെ പ്രകടനം മികച്ചതായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അസഹനീയ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ പോസിറ്റീവ് സെൻസിൽ താങ്കൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് തുടരും എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഇട്ട പോസ്റ്റാണ്, തള്ളേണ്ട തുടരും, ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പ്രിയ സുഹൃത്ത് രഞ്ജിത്ത് നിർമ്മിച്ച് തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. ഈ വർത്തമാനകാലത്തിൽ നിർമ്മാതാക്കൾക്കെല്ലാം പാഠമാവുകയാണ് രഞ്ജിത്ത്. ഒരു ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ തുടർന്നുള്ള വിപണനത്തിലും മാതൃകയാവുകയാണ് അദ്ദേഹം. നിർമ്മാതാക്കൾ സ്വയം കുഴി തോണ്ടുന്ന ഒരു പരിപാടിയാണ് ഓൺലൈൻ പ്രൊമോഷൻ എന്ന പേരിൽ ചിത്രത്തെക്കുറിച്ചുള്ള തള്ളലുകൾക്ക് വേദി ഒരുക്കുക എന്നത്. പിന്നെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ബുക്കിംഗ് ചെയ്യാൻ ഏജൻറ്റുമാരെ ഏൽപ്പിക്കുക, തുടക്കത്തിൽ തിയേറ്ററുകളിൽ ആളെ കയറ്റുക എന്നത്. ഇതൊന്നുമില്ലാതെ മികച്ച കോണ്ടന്റ് ഉള്ളപ്പോൾ സധൈര്യം ആവശ്യമുള്ള മാർക്കറ്റിംഗ് നടത്തി ചിത്രത്തെ തിയേറ്ററുകളിൽ എത്തിച്ച് സിനിമയ്ക്ക് എന്നും ഗുണകരമായ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ജനം കയറുന്ന പഴയ രീതി ഇവിടെ വർക്കാവുമെന്ന് രഞ്ജിത്ത് തെളിയിച്ച പാത പിന്തുടരാൻ ഇവിടുത്തെ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചാൽ അത് സിനിമയ്ക്കേറെ ഗുണകരമാവും. അപ്പം നിങ്ങൾ നിർമ്മാതാക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. തുടരിവിടെ ഇങ്ങനെ വലിയ ഉദാഹരണമായിട്ട് വളർന്നു നിൽക്കല്ലേ? ഈ അവസരം ഉപയോഗിച്ച് സ്വയം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ സിനിമാ സംഘടനകളും ക്രിയാത്മകമായ ചർച്ചകൾ തുടരും എന്ന് ആഗ്രഹിക്കുന്നു. ഇത് ചിലപ്പോൾ അദ്ദേഹം ഫിലിം ചേംബറിൻ്റെ മുകളിലെത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. അണ്ടിയാണോ മാങ്ങയാണോ മൂത്തത്, കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത് എന്ന പരിപാടികൾ അവസാനിപ്പിച്ച് ഈ വ്യവസായത്തിലുള്ളവർ തന്നെ സൃഷ്ടിക്കുന്ന മേൽപ്പറഞ്ഞ അനാവശ്യ പ്രവണതകൾ ഒഴിവാക്കി മുൻപോട്ട് തുടരാം. ഒരു സിനിമയ്ക്ക് ആവശ്യമായതിന് മാത്രം ചിലവുകൾ ചെയ്ത് അതിൻ്റെ ഉള്ളടക്കത്തിലും നിർമ്മാണത്തിലും അച്ചടക്കത്തിലും ശ്രദ്ധിച്ചാൽ പകുതിയിലേറെ പ്രശ്നങ്ങൾ തീരും, വിജയങ്ങൾ തുടരാം. അടിക്കുറിപ്പ്: തുടർച്ചയായ മാസങ്ങളിൽ അഭിനയിച്ച 2 ചിത്രങ്ങൾക്ക് നിർമ്മാതാവിന് കേരളത്തിൽ നിന്ന് മാത്രം 50 കോടിയോളം വീതം തിയേറ്റർ ഷെയർ നേടിത്തരാൻ ഒരേ ഒരു മോഹൻലാൽ എന്നാണ്. ഈ ഒരു പ്രസ് മീറ്റിലും അദ്ദേഹം ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് പണം മുടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രൊമോഷന് വേണ്ടി തുടങ്ങി വെക്കുന്ന പരിപാടിയാണ് പിന്നീട് സിനിമാക്കാർക്ക് ബാധ്യതയാവുന്നതെന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ പ്രൊഡ്യൂസർ പണം കൊടുക്കാൻ തയ്യാറാണ്, പോസിറ്റീവ് പറയാനും നെഗറ്റീവ് പറയാതിരിക്കാനും വേണ്ടി. അങ്ങനെ കാശ് കൊടുക്കാൻ ആളുള്ളപ്പോൾ വാങ്ങാൻ ആളുണ്ടാവും, ഉറപ്പായിട്ടും ആളുണ്ടാവും. പേടിപ്പിച്ചാൽ പേടിക്കുമെന്ന് മനസ്സിലാക്കിയാൽ അത് മുതലെടുക്കാൻ ആളുണ്ടാവും. നിങ്ങൾ അവരെയൊക്കെ പൂട്ടും. അല്ലാതെ യൂട്യൂബിൽ 3-4 പോട്ടെ, ഒരുപാട് ആളുകൾ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ റിവ്യൂ ഇടുന്ന ആൾക്കാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഉണ്ണി വ്ളോഗ്സിനെ അശ്വൻ ഗോക്കിനെയും ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ തന്നെ തിരിച്ചു വരും. അതൊന്ന്. അത് കൂടാതെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ പിള്ളേരുണ്ടല്ലോ, ഈവൻ ഞാനീ കാണിക്കുന്ന സഭ്യത പോലും അല്ലെങ്കിൽ ക്ഷമ പോലും കാണിച്ചില്ല എന്ന് വരും. സംശയം ഉണ്ടെങ്കിൽ സാർ ഇൻസ്റ്റാഗ്രാമിൽ പല കുട്ടികളും സിനിമ കണ്ടതിന് ശേഷം ഇടുന്ന പോസ്റ്റുകളൊക്കെ കണ്ടു നോക്കണം. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ വല്ല റിവ്യൂവും പുതിയ ജനറേഷനിലെ പിള്ളേർ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് സാർ നിങ്ങളത് കാണരുത്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഒരു ബാലൻസിങ് ആക്റ്റാണ്. ഇവിടെ ഞങ്ങളാരും പണം പിടിച്ചു പറിക്കുന്നില്ല.
ആവശ്യപ്പെടുന്നുമില്ല. ഇനി ന്യൂജനായിട്ടുള്ള ആളുകളെക്കുറിച്ച് അനിൽ തോമസ് സാറിന് അതിഗംഭീരമായൊരു അഭിപ്രായമുണ്ട്. ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് കുറിക്കുന്നത്: എന്തല്ലേ ജനാധിപത്യം, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ സാദാ ഇത് പറ്റുമോ? വോട്ട് കുത്താൻ മാത്രം വിധിക്കപ്പെട്ട FU@NF. എന്താണ് സാർ ഇങ്ങനെയൊക്കെ? മോശമല്ലേ സാർ ഈ ഫുകൾ എന്നൊക്കെ പറയുന്ന വാക്ക്? തെറിയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ അങ്ങനെ പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ ഒന്നും തിരിഞ്ഞു നോക്കുക പോലുമില്ല. അത്ര അതപ്പതിച്ച സംസ്കാരം എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അനിൽ തോമസ് സാർക്ക് ആ വാക്കുകൾ ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് നമുക്കും വേണമെങ്കിൽ നമ്മുടെ കോൺവെർസേഷനിൽ ഞാനും അനിൽ തോമസ് സാറും കൂടി ചായ കുടിച്ചിരിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പിന്നെ FU അങ്ങനെയൊക്കെ F വേർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക്കലി പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അത് ശരിയാണോ സാർ? തന്നെയുമല്ല, കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു കണക്കുമായി പോയൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ ഒരു മിഡ് ഫിംഗർ കാണിക്കുന്ന ഇമോജി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, അനിൽ തോമസ് സാർ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ചൂണ്ടുവരലായിരിക്കും ഇട്ടത്, അറിയാതെ അത് മിഡ് ഫിംഗറായി പോയതായിരിക്കാം. പക്ഷെ മോശമാണ് സാർ. മറ്റൊരു പോസ്റ്റിൽ കാത്തിരിക്കുന്നു മെയ് 4 വേണ്ടി കടക്ക് പുറത്ത്, എന്നിട്ട് വീട്ടിൽ പോയിരിക്കെ എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളോട് പറയുന്നത് മോശമല്ലേ സാറ്? അല്ലോ സാറ് കേന്ദ്രമന്ത്രിമാരെ മാത്രം റെസ്പെക്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണോ ഇരിക്കുന്നത്? 2024 30 ഡിസംബർ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് ഊയും ഉപദേശവും. ഇന്ന് മനോരമ ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ വന്നതാണ്, ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഈ ഊയും ഉപദേശവും എന്ന് പറയുന്നത് അശ്വിൻ ഗോക്കിൻ്റെ തംബ്നെയിലിൽ വന്നതാണ്. പക്ഷേ 2 കൊല്ലം മുമ്പ് അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഊ എന്ന് പറയുന്നത് മലയാളികൾ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്നത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ വളരെ വിപുലമായൊരു വൊക്കാബുലറി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിക്കുന്ന യങ് ജനറേഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അനിൽ തോമസ് സാറ് ഏതാണ്ട് സിമിലറായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അശ്വിൻ കോക്കിനെ വിമർശിക്കുകയും അദ്ദേഹത്തെ മാത്രം മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എനിക്കതിലുള്ള ചെറിയ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റുകളൊക്കെ വായിച്ചത്. സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ അനിൽ തോമസ് സാർ വല്ല സിനിമയും ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മിന്നാമിനുങ്ങ് അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്നൊരു വേഗ ഓർമ്മ എനിക്കുള്ളൂ. നമ്മളെപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഫിലിം ചേംബറിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത്, അവർ ഏതൊക്കെ രീതിയിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ചെറിയ അന്വേഷണം. അങ്ങനെ പോയാണ് അറിയാതെ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ലാൻഡായി പോയത്. അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അശ്വിൻ ഗോക്ക് പോലും ഈ പോസ്റ്റ് വായിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എന്ന് ആലോചിച്ച് വിറച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അശ്വന്തേ, നീ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. നീ മുട്ടുന്നത് അനിൽ തോമസ് സാറിനോടാണ്. പ്രസ് മീറ്റിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. സിനിമയും സിനിമാക്കാരെയും മുഴുവൻ വെല്ലുവിളിക്കുന്നൊരവസ്ഥയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് നിയന്ത്രിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളതിൽ റിയാക്ട് ചെയ്യും എന്നാണ്. സിനിമയും സിനിമാക്കാരെയും മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ നമുക്ക് വിമർശിക്കാൻ റൈറ്റുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും പരസ്പര ബഹുമാനവും നിലനിർത്തുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അശ്വന്ത് ഗോക്കിനെക്കുറിച്ചും തദ്വാര അനിൽ തോമസ് സാറിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. പക്ഷേ ഒരു മേഖലയെ നമ്മൾ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മേഖലയെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നമുക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അത് ഞങ്ങൾ വലിയ 9 ആൾക്കാരാണ്, നിങ്ങളാരും ഇടപെടേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ധാർഷ്ട്യമാണ്. പിന്നെ ഇടയ്ക്ക് അദ്ദേഹം കോടതിയെ വരെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. കോടതി ശ്രദ്ധിക്കണം, കോടതി വ്യവഹാരങ്ങളിലുള്ള പ്രശ്നം നേരത്തെ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജസ്റ്റിസാണ് ഈ കേസ് നോക്കിക്കൊണ്ടിരുന്നത്. ജഡ്ജി മാറി, അപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും ഇത് ലാഗ് ആവുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ കേസ് നോക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന ഒരു ആരോപണം ഇവർ മുന്നോട്ട് വെക്കുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമിക്കസ് ക്യൂറിയെ നിയമിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതിയുടെ എല്ലാ നിരീക്ഷണങ്ങളും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കോടതി പരിഗണിക്കുന്ന നിയമങ്ങളെ കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ കൊടുത്ത കേസ് തന്നെ ഒരു പ്രശ്നമാണ്. കോടതി ചിലപ്പോൾ പോലീസുകാരോട് അന്വേഷിക്കാൻ പറയും. പോലീസുകാർക്ക് ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല സിനിമയിലൊക്കെ കോമാളി കഥാപാത്രങ്ങളാക്കി കാണിക്കുന്ന പോലീസുകാരല്ല നമ്മുടെ പോലീസുകാർ. അവർ വെറുതെ നോക്കിയാൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും. എന്നിട്ടും അവർ ചോദ്യം ചെയ്യുകയും അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ കോടതിയെ കുറ്റം പറഞ്ഞിട്ടോ നീതിന്യായത്തെയോ കേരള ഗവൺമെൻറ്റിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന പരാതിക്ക് കഴമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ പറയണം, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് സിനിമയുടെ വിധി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പക്ഷേ അതിനൊരു ബോർഡർ വേണം. അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊരു ബോർഡർ വേണം. എന്താണ് ബോർഡർ? ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് പോസിറ്റീവേ പറയാവൂ.
ഇത്ര ഉള്ളൂ. ഇവർക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. മുമ്പാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ സമയം കൊടുക്കൂ, 2 ആഴ്ച സമയം കൊടുക്കുമെന്നായിരുന്നു. ഇപ്പോൾ ഈ 2 ആഴ്ചത്തെ സമയം ഇവർ ചോദിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? പടം ആദ്യത്തെയോ രണ്ടാമത്തെയോ ദിവസം തന്നെ തിയേറ്ററിൽ നിന്ന് ഔട്ടായി പോകും. അത് കഴിഞ്ഞ് ഇവർ OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി നിരങ്ങും. അവർ ഈ സിനിമയൊക്കെ കണ്ടിട്ട് അയ്യോ ഈ പടം കൊള്ളൂല കേട്ടോ, ഇതിനെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടില്ല. ഇപ്പോഴും OTT പ്ലാറ്റ്ഫോംസ് മൂവി റിവ്യൂസ് നോക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് നെഗറ്റീവ് റിവ്യൂ പറയുന്നവരെയൊക്കെ മാക്സിമം ഒഴിവാക്കിച്ചിട്ട് പോസിറ്റീവ് റിവ്യൂ ഒക്കെ തള്ളി കയറ്റാൻ നോക്കുന്നത്. തിയേറ്ററിൽ നിന്ന് പടം ഔട്ടായാലും OTT-കാരെ പറ്റിക്കണം. പക്ഷേ OTT-കാർക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. അവരിപ്പോൾ മലയാളികളായ ഒരുപാട് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ട്. റിവ്യൂസ് എല്ലാം കണ്ടു നോക്കും, അവർ തന്നെ സിനിമ കണ്ടു നോക്കി വിലയിരുത്തും. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയൊന്നും ഏറ്റെടുക്കാൻ കൊള്ളൂലെന്നേ. അപ്പോൾ OTT സെയിൽ കഴിയുന്നത് വരെയും, അത് ചിലപ്പോൾ ഇപ്പോഴത്തെ കേസിൽ ചില സിനിമയൊക്കെ 2 കൊല്ലം കഴിഞ്ഞൊക്കെ OTT-യിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ റിവ്യൂ വരാതിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അല്ലാതെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കുറച്ച് ഉപ്പിട്ട് തരിക എന്ന് പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യമേ അല്ല. മറ്റൊരു കാര്യം, അശ്വന്ത് ഗോക്കിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അയാൾ എന്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിബേറ്റിനെ നോക്കിയില്ല, ഇത്രയും ഇമോഷണലി റിയാക്ട് ചെയ്തു? അപ്പോൾ അതിലെന്തോ പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇത്രയും ട്രിഗർ ആവേണ്ട കാര്യം എന്താ എന്നാണ് അനിൽ തോമസ് സാറിൻ്റെ ഒരു വളരെ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സിനിമ മോശം സിനിമയാണ് എന്നൊരു റിവ്യൂവർ പറയുമ്പോൾ സിനിമാക്കാർക്ക് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം വരുന്നത് അതിലെന്തോ കാര്യമുള്ളത് കൊണ്ടാണോ? സിനിമ ശരിക്കും മോശമായതുകൊണ്ട് അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ ആർക്കായാലും വൈകാരികമായി പ്രതികരിക്കാൻ തോന്നും. ഞാനാണെങ്കിൽ കുറച്ച് വേദനയൊക്കെ കടിച്ചു പിടിക്കാനൊക്കെ നോക്കും. അശ്വന്ത് ഗോക്കിന് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. അതിലെ യോജിപ്പുകളും വിയോജിപ്പുകളൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. അപ്പോൾ പോലും അയാളുടെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അശ്വന്ത് ഗോക്ക് റിയാക്ട് ചെയ്തത് ഇമോഷണൽ ആയതുകൊണ്ട് അവൻ പൈസ ചോദിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നൊരു നെഗറ്റീവ് ഇതിൻ്റെ ഇടയിൽ കൂടി തള്ളുക. പിന്നെ മാന്യമായി ഡിബേറ്റിന് ശ്രമിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ അംഗമട്ടഹാസത്തിൻ്റെ താടി വെച്ച വക്കീൽ പ്രൊഡ്യൂസർക്ക് എന്തുകൊണ്ട് കോടതിയിൽ ആദ്യം പോയിക്കൂടായിരുന്നു? എന്തുകൊണ്ട് ആദ്യം കേസിന് പൊക്കൂടായിരുന്നു? കൃത്യമായ തെളിവുകളൊക്കെ സബ്മിറ്റ് ചെയ്ത ശേഷം പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ്, ഇതൊക്കെയാണ് തെളിവുകൾ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരാളെക്കുറിച്ച് അയാളുടെ ഇതുവരെയുള്ള ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന, അയാളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന വെറും ആരോപണങ്ങൾ പബ്ലിക്കായി വന്നിരുന്ന നാട്ടുകാർക്ക് തിന്നാനിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ സൈബർ ബുള്ളിയിങ് ആണ് മാധവ് സുരേഷിനെതിരെ ഉണ്ടായത് എന്ന് അനിൽ തോമസ് സാറ് പറയുമ്പോൾ അതേ സൈബർ ബുള്ളിയിങ് ആണ് ഈ പ്രസ് മീറ്റിൽ പ്രൊഡ്യൂസർ വായി തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അശ്വന്ത് ഗോക്കിനെതിരെയും ഉണ്ടായത്, ഈവൻ എനിക്കെതിരെയും മറ്റ് റിവ്യൂവേഴ്സിനെതിരെയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൈബർ ബുള്ളിയിങ് നേരിട്ടുള്ള നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശമില്ലേ? സൈബർ ബുള്ളിങ്ങിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ആ പ്രൊഡ്യൂസർ ചെയ്തതല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ആ പ്രൊഡ്യൂസറെ വാൺ ചെയ്തില്ല? ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായപ്പോൾ തെളിവ് സബ്മിറ്റ് ചെയ്ത് ഫിലിം ചേംബറിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ അയാൾ ബന്ധപ്പെട്ടില്ല, അയാൾ നിയമപരമായി മുന്നോട്ട് പോയില്ല. ഇതൊരു ആരോപണമായി നാട്ടുകാരുടെ മുന്നിലേക്ക് വെറുതെ ഇട്ടുകൊടുത്തു എന്ന് പറയുന്നൊരു കാര്യത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? റിവ്യൂവേഴ്സിനെതിരെ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾ കുറേ കാലം കൊണ്ട് കഷ്ടപ്പെട്ട് പയ്യെ പ്രസ് മീറ്റ് നടത്തിയും ചില ഇൻഡയറക്റ്റ് പോസ്റ്റുകളൊക്കെ ഇട്ടൊക്കെ ഒപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മുഴുവൻ മാറ്റിക്കളഞ്ഞില്ലേ? ഈ പ്രൊഡ്യൂസർ ഒരു കാര്യമില്ലാതെ ഒരു പ്രസ് മീറ്റ് നടത്തി അശ്വന്ത് ഗോക്ക് വീഡിയോ ചെയ്തു, എല്ലാ റിവ്യൂവേഴ്സും വീഡിയോ ചെയ്തു, എല്ലാവരെക്കുറിച്ചും നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന നെഗറ്റീവ് ഇമേജസ് മാറിപ്പോയി. എല്ലാം പരിഗണിച്ചിട്ട് നിങ്ങൾ അംഗമട്ടഹാസത്തിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തി കൃത്യമായൊരു മെമ്മോ കൊടുത്ത് പുള്ളിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി വാങ്ങിക്കേണ്ടതാണ്, തെളിവുകൾ സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതാണ്. അതൊന്നും നമുക്ക് പറ്റൂല. അശ്വന്ത് ഗോക്ക് പട്ടി എന്നൊക്കെ വിളിച്ച് അത് ശരിയായില്ല, സുരേഷ് ഗോപിയുടെ മോനെ എന്ന് വിളിച്ച് നമ്മൾ കേസ് കൊടുക്കണം പിള്ളേച്ച എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം മലയാള സിനിമയ്ക്ക് ഉപകാരമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും. അശ്വന്ത് ഗോക്കിനെ ഒതുക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഉപകാരം നൽകുന്ന കാര്യമല്ല. നല്ല സിനിമകൾ ഉണ്ടായാൽ അശ്വന്ത് ഗോക്കും നല്ല അഭിപ്രായം പറയും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും വിസർജിക്കാം എന്ന് പറയുന്ന രീതി ശരിയല്ല എന്ന് അനിൽ തോമസ് സാറ് പറയുമ്പോൾ സാറ് വിസർജിച്ച് കൂട്ടിയതെല്ലാം നമ്മളിപ്പോൾ വായിച്ചു, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്കതിൻ്റെ ഒരു ഗന്ധം കാരണം വായിക്കാൻ തോന്നാത്തത് കൊണ്ട് ഇവിടം വെച്ച് നിർത്തിയതാണ്. താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകാം. അങ്ങനെ എന്തും വിസർജിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ബാക്കിയുള്ളവൻ വിസർജിക്കുന്നുണ്ടോ എന്ന് നോക്കി അയാളെ കുറ്റം പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പിന്നെ ഫിലിം ഇൻഡസ്ട്രിയെ രക്ഷിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശമാണ് ഫിലിം ചേംബറിനുള്ളതെങ്കിൽ അതിന് കൃത്യമായ നടപടികളൊക്കെ എടുത്തതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ദയവ് ചെയ്ത് ആരും അനിൽ തോമസ് സാറിനെ സൈബർ ബുള്ളി ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇടങ്ങളിലോ അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ചെയ്യരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ ചെയ്തത് ഇവർ രണ്ടുപേരും പബ്ലിക് സ്പേസിൽ ഇടുന്ന പോസ്റ്റുകളുടെ ഒരു ചേരുംപടി ചേർക്കലോ അല്ലെങ്കിൽ ഒരു കമ്പാരിസണോ അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അശ്വന്ത് ഗോക്ക് ആണെങ്കിലും അനിൽ തോമസ് സാറാണെങ്കിലും ആരാണെങ്കിലും
സോഷ്യൽ ഇടങ്ങളിൽ സൈബർ ബുള്ളി ചെയ്യപ്പെടാൻ പാടില്ല. ദാറ്റ്സ് എ വെരി പെയിൻഫുൾ തിങ്. ഈ പ്രൊഡ്യൂസേഴ്സ് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ പേരിൽ സൈബർ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൻ്റെ പെയിൻ അറിയാം. ആ പെയിൻ മറ്റൊരാൾ അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹൈദർ അലി ഈ പ്രൊഡ്യൂസേഴ്സിനെ, ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആൾക്കാരെ ചെന്ന് കണ്ടിട്ട് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഈ അശ്വന്ത് ഗോക്കിനെ പോലെയുള്ള ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണം, അപ്പോൾ ഇത്തരക്കാരെ നമ്മൾ പൂട്ടണം, ഇത്തരക്കാർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹൈദരാലിയെ പോലെയുള്ള ഇത്തരക്കാർ ഈ ചേംബർ ഓഫ് കൊമേഴ്സിലുള്ള ആളുകളെയും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ആളുകളെയൊക്കെ ഇതുപോലെ ഞോണ്ടി ഓരോന്നൊക്കെ പറയിക്കും. ഹൈദരാലിയെ പോലെയുള്ള ഇത്തരക്കാരെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്തടത്തും ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പ്രതികരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. അപ്പം സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ പോക്കറ്റ് നിറഞ്ഞ് കവിഞ്ഞ് താരങ്ങളെല്ലാം കോടിക്കണക്കിന് പ്രതിഫലം വാങ്ങിച്ച് ടെക്നീഷ്യൻസ് എല്ലാം ഈ കിട്ടണ പൈസ മുഴുവൻ ഞങ്ങൾ എവിടെ കൊണ്ട് കുഴിച്ചിടുമെന്ന് ആലോചിച്ച് ടെൻഷനാവുന്ന നിലയിൽ അത്രയും ഗംഭീരമായ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന നമ്മുടെ ലൈറ്റ് ബോയ്സ് അടക്കം, മെസ്സിൽ പാചകം ചെയ്യുന്ന പിള്ളേരടക്കം എല്ലാവരും കൈ നിറയെ കാശുള്ള ചിരിച്ച മുഖത്തോടുകൂടി അവരവരുടെ വീടുകളിലേക്ക് പോകുന്ന സിനിമാ സെറ്റുകൾ ഉണ്ടാവട്ടെ, സിനിമാ സെലിബ്രേഷൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദിയുണ്ടേ.